ഹലോ, വെൽക്കം ടു HB ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമുക്ക് മോരില്ലാതെ എങ്ങനെ മോരുകറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുമ്പളങ്ങ ഉപയോഗിച്ചാണ് ഇന്ന് മോരുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ചട്ടിയിലേക്ക് ഇടുകയാണ്. പിന്നെ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നടുകെ കീറിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ്, ഈ കഷ്ണങ്ങൾ വേവാനുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങൾ വേവാനുള്ള സമയമുണ്ടല്ലോ, ആ സമയത്തേക്ക് നമുക്ക് ഈ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 മുറി നാളികേരവും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ ചെറിയ ജീരകം, 3 വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ തേങ്ങയ്ക്ക് അനുസരിച്ച് അളവ് മാറ്റാം നമുക്ക്. ഇപ്പം ഞാൻ 1 മുറി എടുത്തിട്ടുള്ള അതിൻ്റെ അളവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. നല്ലോണം തിളയൊക്കെ വന്നിട്ടുണ്ട്. ആ നേരം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ. ഇപ്പോൾ നല്ലോണം കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ആ കഷ്ണം വേവാൻ വെച്ചിരുന്ന സമയത്ത് നമ്മൾ അരപ്പ് തയ്യാറാക്കിയിരുന്നില്ല. അപ്പോൾ അതെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് മോരില്ലാത്ത മോരുകറിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മോരിന് പകരം നമ്മൾ എന്താ ഇവിടെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം, പിഴിപുളി, അതായത് വാളംപുളിയില്ലേ, അതിൻ്റെ വെള്ളമാണിത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മൾ അതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നോട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കഷ്ണമൊക്കെ നല്ല വെന്ത് പിഴിപുളിയുടെ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെ കിട്ടും. മോരുകറിക്ക് സ്വതവേ ഉലുവാപ്പൊടി ചേർക്കും. അപ്പോൾ നമ്മുടെ ഈ മോരുകറിക്കും ഉലുവാപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇപ്പോൾ കറിയൊക്കെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇനി മോരുകറിക്ക് വേണ്ട വറവാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ നല്ല പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു പിടി ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ശരിക്കും വറ്റൽമുളക് യൂസ് ചെയ്യും. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല, കാരണം കുഞ്ഞിന് എരിവ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആൾ എരിവ് കഴിക്കില്ല, അതുകൊണ്ട് നമ്മൾ വറ്റൽമുളക് ഇവിടെ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വറ്റൽമുളക് വറവിടുമ്പോൾ ഇടാം, നല്ല ടേസ്റ്റാണത്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ. അപ്പോൾ നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട് ചെറിയ ഉള്ളിയൊക്കെ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ഈ വറവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോരുകറിയല്ല, മോരില്ലാത്ത മോരുകറിയാണ്, പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.